الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا الموءودة سئلت بأي ذنب قتلت ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികൾ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. രണ്ട് രീതിയിലാണ് ജാഹിലിയ കാലത്തെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഒന്ന്, പ്രസവ സമയമായാൽ ഒരു കുഴി വെട്ടി ആ കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ സ്ത്രീയെ കിടത്തുക എന്നതാണ്. പ്രസവം കഴിയുമ്പോൾ, പ്രസവം കഴിഞ്ഞ ഉടനെ പെൺകുട്ടിയാണെങ്കിൽ ആ കുഴിയിലേക്ക് ആ കുഞ്ഞിനിട്ട് മൂടും. എന്നിട്ട് ആ സ്ത്രീയെ അവർ തിരിച്ചെടുക്കും. രണ്ടാമത്തെ ഒരു രീതി, 6 വയസ്സുവരെ ആ പെൺകുട്ടിയെ വളർത്തുക എന്നതാണ്, ആരും അറിയാതെ. 6 വയസ്സാകുമ്പോ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് സുഗന്ധം പൂശി കുടുംബക്കാരുടെ അടുത്തേക്ക് വിരുന്നിനാണെന്ന വ്യാജേന കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ പൊട്ടക്കിണറ്റുകളിൽ അതിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി അതിലേക്ക് എത്തി നോക്കാൻ ആവശ്യപ്പെട്ട് പിന്നിൽ നിന്ന് തള്ളി കുട്ടിയെ താഴേക്കിടുക. ഇതാണ് രണ്ടാമത്തെ രീതി ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഇസ്ലാം വരുമ്പോഴാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുമ്പോഴാണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴാണ് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് എന്നുള്ള നിലക്കുള്ള ബോധങ്ങൾ ഉണ്ടാകുന്നതും ആളുകൾ ഇതിൽ നിന്ന് പിന്മാറുന്നതും പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടുന്നതും. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കും. നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകളിലും വർത്തമാനങ്ങളിലും ഒക്കെ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി പറയും. ഗർഭത്തിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ, ഉമ്മയുടെ, അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ ആ കുട്ടിക്ക് അവകാശമുണ്ട്. അത് ജനിക്കാനുള്ള അവകാശമാണ്. അത് പറഞ്ഞ, അത് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ അവകാശത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുക. അതൊരു 1400 കൊല്ലം മുമ്പ് പ്രസവിക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ അവകാശത്തെക്കുറിച്ച്, അയാൾക്ക് ഭൂമിയിലേക്ക് ജനിച്ചു വീഴാനുള്ള അവകാശമുണ്ട് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുക. എന്നിട്ട് വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ടവരൊക്കെ നാളെ പരലോകത്ത് ഒരു ചോദ്യമായി കടന്നുവരും. ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ടവരൊക്കെ നാളെ പരലോകത്ത് ചോദ്യമായി വരും. ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തു കുറ്റത്തിനാണ്
അവർ ചെയ്ത എന്ത് തെറ്റിന്റെ പേരിലാണ് അവരിങ്ങനെ ക്രൂശിക്കപ്പെട്ടത്, അവരിങ്ങനെ ഉപദ്രവിക്കപ്പെട്ടത് എന്ന രീതിയിൽ നാളെ പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരും എന്നുകൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. അവഗണിക്കപ്പെടുക എന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ സ്ത്രീകളോട് എല്ലാ കാലത്തും മനുഷ്യർ ചെയ്തു വന്നു. അവിടെയാണ് ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിടത്താണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുകയും ആദരിക്കണമെന്ന് പഠിപ്പിക്കുകയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഉന്നതമായ മഹനീയമായ ഒരു സ്ഥാനം നൽകി സ്ത്രീകൾ സമൂഹത്തിൽ പരിഗണിക്കപ്പെടണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ബിൻ അംർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദുനിയ മതാ. ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. നിങ്ങൾ ജനിച്ചു വീഴുന്ന ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. നിങ്ങൾക്ക് സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു സ്ത്രീ ഉണ്ടാവുക എന്നതാണ് നിങ്ങൾ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഭവം അതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾ എന്ന് പറയുന്നത് സമ്പാദ്യമാണ്. സ്വാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ, ഒരു പുരുഷ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെയും ഉയർച്ചയുടെയും വിജയത്തിന്റെയും അടിസ്ഥാനമാണത്. അത് സ്വാലിഹത്താണെങ്കിൽ എന്നൊരു കണ്ടീഷൻ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്ത്രീകളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അവരുടെ മഹത്വത്തെക്കുറിച്ചും അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും അവർക്ക് നൽകേണ്ടുന്ന ആദരവിനെക്കുറിച്ചും ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് മനുഷ്യ സമൂഹം ഉണ്ടാകുമ്പോ മനുഷ്യൻ എന്ന് പറയുന്ന വർഗമുണ്ടായത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്താണ്. നിസാ എന്ന പേരിൽ, പെണ്ണുങ്ങൾ എന്ന പേരിൽ, സ്ത്രീകൾ എന്ന പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായം കാണാം. അത് 1-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് മനുഷ്യർ മുഴുവൻ ഉണ്ടാകുന്നത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. തുല്യത പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയെ പറ്റി ഖുർആൻ ആരംഭിക്കുന്നത്. ഇന്നന്നിസാഅ ശഖായിഖുർ റിജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരു പുരുഷന്റെ ഭാഗമാണ്, പുരുഷന്റെ പകുതിയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇന്നന്നിസാ ശഖായിഖുർ റിജാൽ. പുരുഷനിൽ നിന്നാണ്, അതിന്ന് പകുത്തതാണ്. ശഖ എന്ന് പറഞ്ഞാൽ പിളർത്തിയെടുത്തതെന്നാണ്. ഒരു ആണിൽ നിന്ന് പകുത്തതാണ്, പിളർത്തിയെടുത്തതാണ്, അതിന്റെ ഒരു ഭാഗമാണ് സ്ത്രീ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരു പെണ്ണിന് ഉണ്ടാകേണ്ടുന്നതായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ടാണ്, അവകാശങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ ഇസ്ലാം ആദരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പെണ്ണിന്റെ, ഒരു വിശ്വാസിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരലോകമോക്ഷമാണ്. പരലോകമോക്ഷം ലഭിക്കാൻ വേണ്ടി ഒരാണിന് എന്തെല്ലാമാണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് അംഗീകാരവും അനുവാദവും നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് പള്ളിയിൽ പോകാനുള്ള അനുവാദം. അതിലെ വിവാദങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പോയി, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കകത്ത് പെൺകുട്ടികൾക്ക് നമസ്കരിക്കാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരമുണ്ടായി. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കകത്താണോ നമ്മൾ സമരം നടത്തേണ്ടത്? അള്ളാഹുവിനെ ആരാധിക്കാനും നമസ്കരിക്കാനും വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ട ആയിരക്കണക്കിന് പള്ളികളാണ് കേരളത്തിൽ സ്ത്രീകളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത്. അതല്ലേ തുറക്കേണ്ടത്? അവിടെയല്ലേ സമരം നടക്കേണ്ടത്? അതല്ലേ സമുദായത്തെ ബോധവൽക്കരിക്കേണ്ടത്? ആണിന് വന്ന് നമസ്കരിക്കാൻ അനുവാദമുള്ളതുപോലെ, നിർബന്ധമുള്ളതുപോലെ എന്ന് പറയാൻ കഴിയില്ല. അത് പെൺവിരുദ്ധമായി മാറും. ആണ് പള്ളിയിൽ പോകൽ നിർബന്ധമാണ്. 5 നേരവും പെണ്ണ് പള്ളിയിൽ പോകണം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ്, നിർബന്ധമാക്കുന്നത്. എന്നാൽ അവർക്ക് അനുവാദം ഉണ്ടാകണം. പറ്റുന്ന സമയത്ത് അവർക്ക് പോകാൻ കഴിയണം. ജുമുഅ ജമാഅത്തുകളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് അനുവാദം നൽകി.
അവകാശം നൽകിയവർക്ക്, ആരാധന സ്വാതന്ത്ര്യം നൽകിയവർക്ക്, അവർ തീരുമാനിക്കുമ്പോ അവർക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിൽ ആരാധനാകർമ്മങ്ങൾക്ക് പോകാനുള്ള അവസരം തീർച്ചയായും പരിശുദ്ധ ഇസ്ലാം അവർക്ക് അംഗീകരിച്ചു നൽകുകയുണ്ടായി. ഹജ്ജും ഉംറയും അടക്കമുള്ള ദീനുമായി ബന്ധപ്പെട്ട എല്ലാ ആരാധനാകർമ്മങ്ങളിലും പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പെണ്ണ് എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ ശരീരത്തിന്റെ ദുർബലത പലപ്പോഴും അവൾ ആക്രമിക്കപ്പെടുന്നതിനും പീഡിപ്പിക്കപ്പെടുന്നതിനും ഉപദ്രവിക്കപ്പെടുന്നതിനും ചൂഷണം ചെയ്യപ്പെടുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ, ഏതെങ്കിലും നിലക്ക് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, പെണ്ണ് അവൾക്ക് സുരക്ഷിതത്വം കിട്ടാൻ ഇസ്ലാം കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയാറുള്ളത്. ഇസ്ലാമിനെ സ്ത്രീകൾക്കെതിരായ, അവകാശങ്ങൾ നൽകാത്ത, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒന്നായി ദീനിനെ പലരും ആക്ഷേപിക്കാറുള്ളത് പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം ഏർപ്പെടുത്തിയ നിയമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒന്നാമതായി പരിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നിലപാട് അവർക്ക് ഹിജാബ് ഉണ്ടാകണമെന്നാണ്. പെണ്ണിന് ഹിജാബ് ഉണ്ടാകണം. ആണിനോട് പറയാത്ത ഒരു ഹിജാബിനെ പറ്റി പെണ്ണിനോട് ഇസ്ലാം പറയുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. ഹിജാബ് മക്കനടലാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇങ്ങനെ തട്ടം മുഖമക്കന ധരിക്കലാണ് ഹിജാബ് എന്ന്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു തട്ടം എന്നതല്ല, ഒരു നിയമമാണ്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു തട്ടമല്ല, ഒരു കണ്ടം തുണിയുടെ പേരല്ല ഹിജാബ് എന്ന് പറയുന്നത്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു സംസ്കാരം പഠിപ്പിക്കുകയാണ്. ഹിജാബ് എന്ന് പറയുന്നത് സുരക്ഷയാണ്. കുല്ലി അസ്വാജിക്, നബിയെ പറയുക താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക, പെൺകുട്ടികളോട്, വനിസാഇൽ മുഅ്മിനീൻ, മറ്റ് വിശ്വാസിനികളായ സ്ത്രീകളോട്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ തലമറക്കുന്ന വസ്ത്രങ്ങളെ അവർ അവരുടെ മാറിടങ്ങളിലേക്ക് തൂക്കിയിടട്ടെ. ദാലിക അദ്നാ അയ്യുറഫ്ന, അവരുടെ വിശുദ്ധി തിരിച്ചറിയാൻ, മാന്യത തിരിച്ചറിയാൻ, അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ, എങ്ങനെ ഏത് തരത്തിലുള്ള പെണ്ണാണവൾ എന്ന് ആളുകൾക്ക് തിരിയാൻ അത് നല്ലതാണ്. ഫലായുദൈൻ, ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ അവർ ഉപദ്രവിക്കപ്പെടുകയില്ല. ഖുർആന്റെ ഒരു കാഴ്ചപ്പാടാണ്. അതിലൊക്കെ തർക്കങ്ങളാകാം, സംവാദങ്ങളാകാം, ചർച്ചകളാകാം. ഫലായുദൈൻ, വൃത്തിയിൽ വസ്ത്രം ധരിച്ചു പോയൊരു പെണ്ണ് അവൾ ഉപദ്രവിക്കപ്പെടുകയില്ല. ആളുകൾ വലിയ സംവാദങ്ങൾക്ക് തയ്യാറായി വലിയ തത്വങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് കടന്നുവരും. 4 വയസ്സുള്ള പെൺകുട്ടിയോട് കാണിക്കുന്നില്ല അത് ഹിജാബില്ലാഞ്ഞിട്ടാണോ? ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അവരൊക്കെ ഹിജാബ് ധരിക്കാത്തതുകൊണ്ടാണോ? ഹിജാബ് ധരിച്ച പെണ്ണുങ്ങളുടെ നേരെ ആളുകൾ കടന്നാക്രമണം നടത്തുന്നില്ലേ? അതിനെന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരാറുണ്ട്. ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് ദാലിക അദ്നാ അയ്യുറഫ്ന, 2 കാരണങ്ങളുണ്ട്. ഹിജാബ് ധരിക്കണം എന്ന് പറയുമ്പോ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദാലിക അദ്നാ അയ്യുറഫ്ന, അത് അവരുടെ ഒരു ഐഡന്റിറ്റിയാണ്. ഞാൻ ആരാണ് എന്ന് സമൂഹത്തോട് പറയാൻ, എന്റെ സംസ്കാരം എന്താണ് എന്ന് സമൂഹത്തോട് പറയാൻ, എന്റെ കൾച്ചർ എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു പെണ്ണിനുള്ള മാർഗമാണ് അവളുടെ ഹിജാബ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. വകാന അല്ലാഹു ഗഫൂർ റഹീമ, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, അൽ മർഅതു ഔറത്തുൻ, പെണ്ണിന്റെ കൈയാണോ കാലാണോ മുഖമാണോ തലയാണോ മുടിയാണോ, ഇതിങ്ങനെ ആളുകൾ എവിടെയാ പെണ്ണ് മറക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് നഗ്നതയാണ്, മറക്കപ്പെടേണ്ടതാണ്. അവൾ പുറപ്പെട്ടാൽ ശൈത്താൻ പരപുരുഷന്മാർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ, ആകർഷണീയമാക്കി കാണിച്ചു കൊടുക്കും. പലപ്പോഴും ഹിജാബിനെ എതിർക്കുന്ന ആളുകൾ പെണ്ണിനെ ആകെ ഇട്ട് മൂടി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറയും. ഒരു വാദത്തിനു വേണ്ടി, ഒരു തർക്കത്തിനു വേണ്ടി
ഒരു ചർച്ചക്കോ സംവാദത്തിനോ വേണ്ടി നമ്മൾ അത്തരം ആളുകളോട് നമ്മൾ സംസാരിക്കുക. പെണ്ണിന്റെ വസ്ത്രം മുൻകൈയും മുഖവും ഒഴികെ ബാക്കി ശരീരഭാഗങ്ങളൊക്കെ മറയണമെന്ന് പറയുന്ന ഇസ്ലാമിക വസ്ത്രധാരണത്തെ നമ്മൾ മാറ്റിയാൽ പെണ്ണ് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിന്റെ അളവെന്താണ്, അതിന്റെ മാനദണ്ഡം എന്താണ്? ഇസ്ലാം പറയുന്ന മുൻകൈയും മുഖവും ഒഴികെയുള്ള ഒരു പെൺ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മറക്കുക എന്ന നിയമം മാറ്റിവെച്ചാൽ പരിഷ്കൃത സമൂഹത്തിന് പറയാനുള്ള, സ്വതന്ത്ര ചിന്തകർക്ക് പറയാനുള്ള, യുക്തിവാദികൾക്ക് പറയാനുള്ള, നാസ്തികർക്ക് പറയാനുള്ള, ലിബറലുകൾക്ക് പറയാനുള്ള, മതവിരുദ്ധർക്ക് പറയാനുള്ള, മതവിമർശകർക്ക് പറയാനുള്ള, ഇത്തരം ആളുകൾക്കൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു പെൺവേഷം എന്താണ് ധരിക്കേണ്ടത്? എത്രയുള്ള കുപ്പായമാണ് ഒരു പെണ്ണ് ധരിക്കേണ്ടത്? ഒരു പെണ്ണിന് അവളുടെ കൈ മുഴുവനും പുറത്ത് കാണിക്കാമോ? മുട്ടുവരെയാണോ കാണിക്കേണ്ടത്? കൈ മുഴുവനും കാണിക്കാമോ? ഒരു പെണ്ണ് അവളുടെ കഴുത്ത് പുറത്ത് കാണിക്കാമോ? ഒരു പെണ്ണിന് അവളുടെ മാറിടം കാണിക്കാമോ? അതിന് വല്ല അളവുമുണ്ടോ? ഒരു പെണ്ണിന് അവളുടെ വയറ് പുറത്ത് കാണിക്കാമോ? അതിന് വല്ല അളവുമുണ്ടോ? ഏത് കാര്യത്തിലാണ്, എങ്ങനെയാണ് നമുക്ക് നിയമം പറയാൻ കഴിയുക? ആർക്കാണ് നിയമം പറയാൻ കഴിയുക? ആർക്കാണ് അളവ് പറയാൻ കഴിയുക? ആർക്കാണിത് തീരുമാനിക്കാൻ കഴിയുക? അവനവന്റെ ഇഷ്ടം പോലെ എന്നാണ് ഏറ്റവും അവസാനം അതിന് നമുക്ക് പറയാൻ കഴിയുക. ഒരാൾക്ക് എന്താണോ അയാൾക്ക് കോൺഫിഡൻസോടെ ഒരു വേഷം, അങ്ങനെ ആൾക്കാർ പറയാ. ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളൊക്കെ കാണുമ്പോ ഞാൻ കംഫർട്ടാണെന്ന് പറയും. നാമമാത്ര വസ്ത്രം ധരിച്ചവളും പറയും ഞാനിതിൽ കംഫർട്ടാണ് എന്ന് പറയും. എത്ര തുറക്കണമെന്നും ഏതെല്ലാം മറക്കണമെന്നും അവനവന് തീരുമാനിക്കാനുള്ള ഒരനുവാദവും അവസരവും കൊടുത്താൽ ആളുകൾ അതത് കാലഘട്ടത്തിനനുസരിച്ച് പുരോഗമനമാണ്, പരിഷ്കരണമാണ് എന്നൊക്കെ പറഞ്ഞ് പുരോഗതിക്കും തോറും, പരിഷ്കരണത്തിലേക്ക് കടക്കും തോറും വസ്ത്രത്തിന്റെ അളവുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും. അതില് സമൂഹങ്ങളൊന്നും വ്യത്യാസമല്ല, സമുദായങ്ങളൊന്നും വ്യത്യാസമല്ല. പണ്ടത്തെ ഒരു കാലത്ത് വസ്ത്രം ധരിക്കുമ്പോ മാറുമറക്കുന്നതിന് അവകാശം ചോദിച്ചുകൊണ്ട് സമരം നടന്നൊരു നാട്ടിലാണ് ഞാനും നിങ്ങളും. ജാതി സമ്പ്രദായത്തിന്റെ ഭാഗമായി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ മാറുമടക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്ന നാടാണിത്. ഉന്നത കുലജാതരുടെ മുമ്പിലേക്ക് വരുമ്പോ, ഉന്നത കുലജാതരായ ആളുകളുടെ മുമ്പിലേക്ക് വരുമ്പോ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അരപ്പട്ടയല്ലാതെ മുകൾ വസ്ത്രം ധരിക്കാൻ പാടില്ല. അരവരെയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് മുകളിലേക്ക് മാറുമറക്കാതെ ഏതു പ്രായത്തിലുള്ള സ്ത്രീകളും പ്രത്യക്ഷപ്പെട്ടിരുന്ന കേരളത്തിൽ മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടന്നിട്ടുണ്ട്. ആ നാട്ടിലാണ് നമ്മളിപ്പോ സംവാദങ്ങളിൽ ഏർപ്പെടുന്നത്. എത്ര തുറന്നിടാം ഹിജാബിനെ ആളുകൾ വിമർശിക്കുന്നത്. ഏതായിരുന്നാലും ഇസ്ലാമിക നിയമങ്ങളിൽ ഒന്ന് ഹിജാബ് വേണമെന്നാണ്. ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ആസ്വാദനങ്ങളിൽ വ്യത്യാസമുണ്ട്. അർദ്ധനഗ്നനായി ഒരു പുരുഷനെ കണ്ടാൽ ഒരു പെൺ ശരീരത്തിനകത്ത് ഒരു ഹോർമോണിന്റെയും ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. അർദ്ധനഗ്നയായി ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷ ശരീരത്തിനകത്ത് ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത് മതഗ്രന്ഥങ്ങളിലല്ല. ഇത് നമ്മുടെ നാട്ടില് അത്യാവശ്യം പഠിക്കുന്ന, മനുഷ്യ ശരീരത്തെപ്പറ്റി പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയോടും ചോദിച്ചാൽ നമുക്ക് ആ ഹോർമോണുകളുടെ പേരും അളവുമടക്കം ആ കുട്ടികൾ പറഞ്ഞു തരും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അർദ്ധനഗ്നനായി ഒരു പുരുഷനെ കണ്ടാൽ ഒരു പെൺ ശരീരത്തിൽ ഒരു തരത്തിലുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അർദ്ധനഗ്നയായി ഒരു പെണ്ണിനെ കാണുമ്പോ പുരുഷ ശരീരത്തിൽ പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പഠിക്കണം ആളുകൾ. കേവലമായ അന്ധമായ വിരോധങ്ങൾക്കപ്പുറം വസ്തുതകളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കാനുള്ള ഒരു ധൈര്യവും തന്റെ ഇടവും ആണിനും പെണ്ണിനും ഉണ്ടാകേണ്ടുന്ന കാലമാണ് പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം രണ്ടാമത് പറഞ്ഞു, പരപുരുഷന്മാരോടൊപ്പം ഒളിഞ്ഞിരിക്കരുത്, അന്യപുരുഷന്മാരോടൊപ്പം ഒളിഞ്ഞിരിക്കരുത്. ഇബ്നു അബ്ബാസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ,
നിങ്ങൾ ഒരിക്കലും ഒരാണും പെണ്ണ് തനിച്ചാവരുത്, അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാവരുത്. ഇല്ലാ മഅദീ മഹ്റമിൻ, നിങ്ങളോടൊപ്പം ഒരു മഹ്റം ഉണ്ടായിട്ടല്ലാതെ. മഹ്റം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ അനുവാദമില്ലാത്ത, രക്തബന്ധമുള്ളതോ വിവാഹബന്ധമുള്ളതോ മുലകുടി ബന്ധമുള്ളതോ ആയ മഹ്റമായ ഒരാളില്ലാതെ ഒരു പുരുഷന്റെ കൂടെ തനിച്ചാകരുത്. മഹ്റം എന്ന് പറയുന്നതിൽ എളാപ്പാന്റെ മകൻ പെടൂല, മൂത്താപ്പാന്റെ മകൻ പെടൂല. അമ്മായിന്റെ മകൾക്ക് അമ്മാവന്റെ ആങ്ങളയുടെ മകനും പെങ്ങളുടെ മകളും മഹ്റമിൽ പെടില്ല. അവർ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളവരാണ്. അവർ തനിച്ചാകാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. കസിൻസ് ആണ് എന്ന് പറയും. ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ കസിൻസ് ആണ് എന്ന് പറയും. ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ, ഇസ്ലാമിക നിയമം പാടില്ല എന്നാണ്. എത്ര പിന്തിരിപ്പനായി നമ്മൾ പറഞ്ഞാലും അന്യ സ്ത്രീയും അന്യ പുരുഷനും, അന്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അന്യ എന്ന് കാണുക? ഞങ്ങളുടെ തൊട്ടയലോക്കാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, ഞങ്ങളെങ്ങനെ അന്യരാണ് എന്ന് കരുതുക? തൊട്ടയലോക്കാണോ എന്നുള്ളതല്ല. ഒരു ഉപ്പയുടെ 2 മക്കള്, ജ്യേഷ്ഠൻ അനുജൻ, അവർക്ക് മക്കളുണ്ടാകുമ്പോ അവർ അന്യരാണ് ഈ വിഷയത്തിൽ എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്റെ മകൾക്ക് എന്റെ ജ്യേഷ്ഠന്റെ മകൻ അന്യനാണ് ഈ വിഷയത്തിൽ, തനിച്ചാകുന്ന കാര്യത്തിൽ എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് പഠിക്കണം, അത് പഠിപ്പിക്കപ്പെടണം. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ, തനിച്ചാകരുത്. നല്ല കുട്ടികളാണ്, നമ്മളെന്താ പറയാ, നല്ല കുട്ടികളാണ്, ഒരു മോശപ്പെട്ട ഒന്നുമില്ലാത്ത നല്ല കുട്ടികളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമതായി അങ്ങനെ ആരെങ്കിലും തനിച്ചായാൽ മൂന്നാമതായി അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും. ശൈത്താൻ അവിടെ വരും. എന്റെ കുട്ടി നല്ല മോളാണ്, എന്റെ മോൻ നല്ല മോനാണ്, ഒരു ബൈക്കിൽ അവരൊന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കാം? അങ്ങനെ നമ്മൾ അതിനെയൊക്കെ കാണുക. വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ, നമ്മൾ പോലും അതിനെപ്പറ്റി സംസാരിക്കുക. അതിലൊക്കെ എന്താ അത്ര കാണാൻ എന്താണ്, അത്ര കരുതാൻ എന്താണ്, അത്ര വിചാരിക്കാൻ എന്താണ്? ബാംഗ്ലൂരിൽ നിങ്ങൾ പോരുമ്പോ ഇവന്റെ കൂടെ പോന്നോട്ടെ എന്ന് നമ്മൾ പറയാ. എളാപ്പാന്റെ കുട്ടിയല്ലേ, അമ്മായിയുടെ മോളല്ലേ, അങ്ങനെ നമ്മൾ പറയാ. ലാ യഖ്ലുവന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രയോഗത്തിലുള്ള അവസാനത്തെ നൂനിന്റെ കട്ടി നിങ്ങൾ നോക്കണം. ലാ യഖ്ലുവന്ന, തനിച്ചാവുകയേ ചെയ്യരുത്. റജുലുൻ ബിഇംറഅ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ. ഇല്ലാ മഅദീ മഹ്റം, മഹ്റമിന്റെ കൂടെ അല്ലാതെ. ഹജ്ജിന് പോകുമ്പോ മാത്രമുള്ള മഹ്റമല്ല. ഹജ്ജിന് പോകും, ബാംഗ്ലൂർക്ക് പോകാൻ മഹ്റം വേണം, ചെന്നൈയിലേക്ക് പോകാൻ മഹ്റം വേണം. ഒരു രാത്രി പിന്നിടുന്ന ദീർഘദൂര യാത്രകൾക്ക് എവിടേക്കും മഹ്റം കൂടെ വേണം. ഉംറക്ക് പോകാൻ മഹ്റം വേണം. അതുപോലും ഇല്ലാണ്ട് ആൾക്കാരെങ്ങനെ കെട്ടിപ്പണഞ്ഞതിന്റെ മഹ്റമാണെന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുക മഹ്റമാണ്. ഒരു ടീമില് ചേർത്ത് എന്നിട്ട് പറയാ അവിടെ പോയി വരുന്നവരെ നിന്റെ മഹ്റം ഇയാളാണ് എന്ന് പറഞ്ഞൊക്കെ. ഏതോ നാട്ടിലത്തെ ഒരാളും ഏതോ ഒരു നാട്ടിലത്തെ പെണ്ണും പരസ്പരം മഹ്റമാണെന്ന് പറഞ്ഞ് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഒരു ഉംറക്ക് കൊണ്ടുവരാം. മഹ്റമിനെ വെക്കുന്നത് സൗദി ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനല്ല, ഉംറക്കും ഹജ്ജിനും വേണ്ടി മാത്രമുള്ള ഒന്നല്ല. എല്ലാ യാത്രയിലും എവിടെയും മഹ്റമിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരാണും പെണ്ണും തനിച്ചാകാൻ പാടില്ല. മൂന്നാമത്തത്, കൂടിക്കലരാൻ പാടില്ല. കുറെ ആണുങ്ങളുണ്ട്, കുറെ പെണ്ണുങ്ങളുണ്ട്, അവര് കൂടിക്കലരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ. നമസ്കാരത്തിന് പള്ളിയിൽ വന്ന മുത്തഖികളായ മുഅ്മിനുകളായ സൂക്ഷ്മതയുള്ള, ബാങ്ക് കേട്ടാൽ പള്ളിയിൽ വരണമെന്ന് ചിന്തിക്കുന്ന ആണും പെണ്ണും പള്ളിയിൽ വന്ന് സ്വഫ് കെട്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ, പുരുഷന്മാരുടെ അണികളിൽ സ്വഫിൽ ഏറ്റവും നല്ലത്, ശ്രേഷ്ഠമായ ഉത്തമമായ സ്വഫ് ഒന്നാമത്തെ സ്വഫാണ്. വശർറുഹാ ആഖിറുഹാ, അതിലേറ്റവും മോശപ്പെട്ട സ്വഫ് അതിന് ഏറ്റവും പിന്നിലെ സ്വഫാണ്. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ സ്വഫ് വളരെ മോശപ്പെട്ടതും അവരുടെ ഏറ്റവും അവസാനത്തെ സ്വഫ് ഏറ്റവും ശ്രേഷ്ഠമായതുമാണ്. സ്വഫ് ആ സ്ഥലത്തിന്റെ പ്രശ്നമല്ല പറയുന്നത്. ആണിന്റെ സ്വഫ് അവസാനിക്കുന്നിടത്താണ്
പെണ്ണിന്റെ ആദ്യത്തെ സ്വഫ് ഉണ്ടാവുക. അതുകൊണ്ട് ആണുങ്ങളുടെ അവസാനത്തെ സ്വഫും പെണ്ണുങ്ങളുടെ ആദ്യത്തെ സ്വഫും ഷർറിന്റെ സ്വഫാണ് എന്ന് പറഞ്ഞാൽ കൂടിക്കലരാനുള്ള ഇടകലരാനുള്ള സാധ്യതകളും അപകടങ്ങളുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു പള്ളിയിൽ ഒരേ ഭാഗത്ത് ഒരു ഹാളിൽ മുന്നിൽ പുരുഷന്മാരും പിന്നിൽ സ്ത്രീകളും നിന്ന് നമസ്കരിക്കുന്ന സൗകര്യമുള്ള കാലത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ സംസാരിക്കുന്നത്. അതല്ലാതെ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോ ഏറ്റവും മുമ്പിലെ സഫ് പിന്നിലെ സഫ് എന്ന് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആ അർത്ഥത്തിലില്ല. ഇവിടെ കൂടിക്കലരുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുക. ലാ യഹില്ലു ലിംറാത്തിൻ, നാലാമത്തത് ലാ യഹില്ലു ലിംറാത്തിൻ, ഒരിക്കലും ഒരു സ്ത്രീക്ക് അനുവദനീയമല്ല അൻ തുസാഫിറ, യാത്ര ചെയ്യുക എന്നത്, ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, മഹ്റം ഒപ്പുണ്ടായിട്ടല്ലാതെ ഹജ്ജിന് പോകാൻ പാടില്ലെന്നല്ല, ഉംറക്ക് പോകാൻ പാടില്ലെന്നല്ല. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ, യാത്ര പാടില്ല, മഹ്റം കൂടെ വേണം. നമ്മൾ പറഞ്ഞേക്കും മോള് വണ്ടി ഏറ്റി വിട്ടിക്കാണ്, എവിടേക്കാണ് അവള് പഠിക്കുന്നത്? ചെന്നൈയിലാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്, ഹൈദരാബാദിലാണ്. എന്നിട്ട് അവള് പോയി, തനിച്ചു പോകാൻ പാടില്ല. മഹറമില്ലാതെ ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് കയറിയാലേ നേരെ അവിടെ ഇറങ്ങല്ലേ, അവിടെ റിസീവ് ചെയ്യാൻ ആളുണ്ട്, ഇവിടുന്ന് അയക്കാൻ നമ്മളുണ്ട്. ഇസ്ലാമിക നിയമമാണ്, ഇസ്ലാമിക നിയമമാണ്. അപകടങ്ങളൊന്നും വരില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പഠിപ്പിച്ച പറഞ്ഞു തന്ന നിയമങ്ങളെ പാലിക്കുക എന്നുള്ളത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത്തരം സംഗതികളിലൊക്കെ പെണ്ണിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുക. ഈ കാര്യങ്ങൾ പാലിച്ചാലാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്ത ഇത് ലംഘിക്കുന്നിടങ്ങളിലൊക്കെ, അത് ഏതെങ്കിലും ഒരു വ്യവസായ മേഖലയോ ഒരു വിനോദ മേഖലയോ ഒന്നുമല്ല. ഈ നിയമങ്ങൾ എവിടെയൊക്കെ ലംഘിക്കപ്പെടുമോ, എവിടെയൊക്കെ അവസരങ്ങൾ ഉണ്ടാകുമോ, എവിടെയൊക്കെ ആണും പെണ്ണും കൂടിക്കലരുമോ അവിടെ ചൂഷണങ്ങൾ ഉണ്ടാകും, അവിടെ ഉപദ്രവിക്കപ്പെടും, അവിടെ കയ്യേറ്റങ്ങൾ ഉണ്ടാകും, അവിടെ പുരുഷന്റേതായ പ്രകൃതങ്ങൾ പ്രകടിപ്പിക്കും, പെണ്ണ് അതിന് വിധേയമാകേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സുരക്ഷ വേണം എന്ന മുറവിളിയല്ല, സുരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവ് പറഞ്ഞ നിയമങ്ങളെ പാലിക്കാനുള്ള സന്നദ്ധതയും സന്മനസ്സുമാണ് മനുഷ്യർക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടവളാണ് എന്നൊരു ബോധം മനുഷ്യർക്ക് നൽകാനാണ് എല്ലായ്പ്പോഴും മതം അതിന്റെ നിയമങ്ങളിലൂടെ ശ്രദ്ധിച്ചു വന്നത്. ഏതെങ്കിലും കർശനമായ നിയമങ്ങളിലൂടെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കി സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടാക്കുന്നതിനപ്പുറം അവർ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും അംഗീകരിക്കപ്പെടേണ്ടവരുമാണ് എന്ന രീതിയിലാണ് ഇസ്ലാം സംസാരിക്കുക. അൻ മുഈറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത്ത്. ഉമ്മ സ്ത്രീയാണ്, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കുന്നതിനെ ഗൗരവത്തോടുകൂടെ കാണണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വഅദബുൽ ബനാത്ത്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വവും അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതവും നൽകലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത്, പെൺകുട്ടികളെ പ്രത്യേകമാക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മൻ കാനത് ലഹു ഉൻസാ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുഗ്സിർ വലദഹു അലൈഹാ യഅനി അദ്ദുഖൂർ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഓരോരാൾക്ക് പെൺകുട്ടികൾ ഉണ്ടായി, 1 2 3 എന്നൊക്കെ റിപ്പോർട്ടുകൾ വ്യത്യാസം കാണാം. 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളൊക്കെ ഉണ്ടായി. ആ പെൺകുട്ടികളോട് ആദരവ് കാണിച്ചാൽ, അവരെ നിന്ദിക്കാതിരുന്നാൽ, മൂന്നാമത് റസൂൽ പറഞ്ഞു വലം യുഗ്സിർ വലദഹു അലൈഹാ, അയാളുടെ ആൺകുട്ടിയെ ആ പെൺകുട്ടിയേക്കാൾ പരിഗണിക്കാതിരുന്നാൽ,
ആൺകുട്ടി ഉണ്ടായി, നമുക്ക് പെൺകുട്ടി ഉണ്ടായി, പെൺകുട്ടിയേക്കാൾ ആൺകുട്ടിക്ക് പരിഗണന കൊടുക്കുക. അങ്ങനെ ചെയ്യാതിരുന്നാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം കിട്ടും. വല്യമ്മമാര് പറയും, നമ്മള് മക്കളെടുത്ത് ഇങ്ങനെ താലോലിക്കുമ്പോ ആരാന്റെ പെരയ്ക്ക് പോകാനുള്ള കുട്ടിനെയാണോ ഇങ്ങനെ, വല്യമ്മ പറയാ, ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിലത്തെ വല്യമ്മ പറയാണ്, ആരാന്റെ വീട്ടിലേക്ക് പോകാനുള്ളതിനെയാണോ നീ ഇങ്ങനെ എടുത്തിട്ട് കൊഞ്ചിക്കുന്നത് എന്ന് ചോദിക്കാൻ. ഉമ്മമാരുടെ, പ്രായമായവരുടെ വരെ മനസ്സിലുള്ളത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 15 കഴിയുമ്പോ, 18 കഴിയുമ്പോ, 20 കഴിയുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് പോകാൻ ആരാന്റെ വീട്ടിലേക്ക് പോകാനുള്ളവർ. നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടിക്ക് നിങ്ങളുടെ പെൺകുട്ടിയേക്കാൾ പരിഗണന നൽകാതിരുന്നാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് ഒന്നും കുറയരുത് നമ്മുടെ കുട്ടിക്ക്. ആൺകുട്ടിയാണ് എന്നതുകൊണ്ട് ഓരോ അധിക പദവിയോ ഒരധിക രീതിയിലുള്ള അംഗീകാരങ്ങളോ ഒരു വീട്ടിനകത്ത് ആൺകുട്ടികൾക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ ആരോടാണ് ഉത്തരവാദിത്തമുള്ളത്? ഉമ്മയോടും ബാപ്പയോടും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയും. അല്ലാണ്ട് റസൂലിനോട് വന്ന് ചോദിക്കുമ്പോ റസൂൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആരോടാണ്? ഉമ്മാനോട്. പിന്നാരോടാണ്? ഉമ്മാനോട്. പിന്നാരോടാണ്? ഉമ്മാനോട്. പിന്നാരോടാണ്? ഉപ്പാനോട്. 3 തവണ ഉമ്മ, ഉമ്മുക്ക, ഉമ്മുക്ക, ഉമ്മുക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് 4ാമതാണ് ബാപ്പാന്റെ പേര്. ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ചോദ്യതാണ്. ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ അഹഖു ബിഹുസ്നി സ്വഹാബതി, ഞാൻ ഏറ്റവും നന്നായി പോയി സഹവസിക്കേണ്ടത് ആരോടാണ്? മരുന്നിന് പൈസ അയച്ചു കൊടുക്കേണ്ടത് ആർക്കാണ് എന്നല്ല. ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? അടുത്തുപോയി പെരുമാറേണ്ടത് ആരോടാണ്? വിളിച്ചു ചോദിക്കേണ്ടതല്ല. ഇങ്ങനെ വരുമ്പോ തറവാട്ടിക്ക് നോക്കിയിട്ട് ഉമ്മാനോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാനല്ല. അടുത്തുപോയി ഹുസ്നി സ്വഹാബത്തി എന്ന് പറയുന്ന ഏറ്റവും നന്നായി അടുത്തിടപഴകേണ്ടത്, ഏറ്റവും നന്നായി പെരുമാറേണ്ടത്, സഹവസിക്കേണ്ടത് ആരോടാണ്? ഇതാണ് ചോദ്യം. അതിനാണ് 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക, ഉമ്മുക, ഉമ്മുക. 4ാമതും അയാൾ ചോദിക്കാൻ. അപ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സുമ്മ ഖാല ഖാല സുമ്മ മൻ ഖാല സുമ്മ അബൂ, നിന്റെ ഉപ്പയാണ് എന്ന് 4ാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്. ഭാര്യമാരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നന്നായി പെരുമാറുക. നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനോട്, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ നന്നായി പെരുമാറുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, പെണ്ണിനൊരു പ്രകൃതമുണ്ട്. നിങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ ഭാര്യയിലുണ്ടെങ്കിൽ അതൊരു പൊതു സ്വഭാവമാണ്. ഓരോരോ ആണിനെ വെറുപ്പിക്കുന്ന ഒന്നുമില്ലാത്തൊരു പെണ്ണ് ലോകത്ത് അങ്ങനല്ല. ഖുർആനാ പറയുന്നത്, നിങ്ങളെ വെറുപ്പിക്കുന്ന, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഫഇൻ കരിഹ്തുമൂഹുന്ന, എന്തെങ്കിലും ഒന്ന് അവർക്കുണ്ടെങ്കിൽ ഫഅസാൻ തക്റഹു ശൈഅൻ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കതീറ, അതല്ലാത്ത ഒരുപാട് നന്മകൾ അതിലുണ്ടാവും. നമ്മളെ വെറുപ്പിക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന, ഇഷ്ടപ്പെടാത്ത ഒന്ന്, എന്തെങ്കിലും ഒന്ന് അതൊരു പെണ്ണിലുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞു, ഇസ്തൗസു ബിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്. ഫഇന്നൽ മർഅ ഖുലിഖത് മിൻ ളിൽ, സ്ത്രീകളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കുക. തീർച്ചയായും സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിൻ ളിൽ, വാരിയെല്ലുകളിൽ ഏറ്റവും വളഞ്ഞത്, ഏറ്റവും മുകളിലുള്ള വാരിയല്ലാണ് വാരിയല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വളഞ്ഞത്. അതുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വ ഇന്ന അഅ്വജ ശൈഇൻ ഫിൽ ളിൽ അഗ്ലാ, വാരിയല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വളവുള്ളത് അതിലെ വാരിയല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലെത്തതാണ്. അതുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വ ഇൻ ദഹബത തുഖീമുഹു കസർതഹു, അത് വാരിയല്ല് എന്ന് പറഞ്ഞാൽ തന്നെ വളഞ്ഞതാണ്. അത് പിടിച്ച് നിർത്തിക്കളയാം എന്ന് നീ വിചാരിച്ചാൽ, അള്ളാന്റെ റസൂൽ പറയാണ്, വാരിയല്ല് എന്ന് പറഞ്ഞാൽ അതിനൊരു വളവുണ്ട്, അത് അതിന്റെ പ്രകൃതമാണ്. അതിലേറ്റവും വളവ് കൂടിയത് അതിന്റെ ഏറ്റവും മുകളിലത്തെ വാരിയലിന്റെ ഏറ്റവും മുകളിലെല്ലാണ്. അതുകൊണ്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. അതെടുത്ത് നിർത്തിക്കളയാം എന്ന് നീ വിചാരിച്ചാൽ കസർതഹു, അത് പൊട്ടും.
ആ എല്ല് പൊട്ടിപ്പോവുകയാണ് ചെയ്യുക. വ ഇൻ തറക്തഹു ലം യസൽ അഅ്വജ്. നീ അത് നീ ഒഴിവാക്കിയാൽ അതങ്ങനെ വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അത് മാറൂല. ഫസ്തൗസു ബിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്മയിൽ വർത്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓരോരോ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അവരുടെ സ്വഭാവത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ശൈലിയിൽ, വർത്തമാനത്തിൽ അബദ്ധങ്ങൾ, അപകടങ്ങൾ, ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഒരു പെണ്ണിൽ നിന്ന് വരും. അങ്ങനെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അത് സൃഷ്ടിപ്പ് അങ്ങനെയാണ് അല്ലാഹു നിർവഹിച്ചിട്ടുള്ളത്. നിങ്ങളത് പിടിച്ചു നിർത്തല്ലേ. അതിനോട് സഹകരിച്ചു പോവുകയും അവരോട് നന്മയിൽ വർത്തിക്കുകയുമാണ് വേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഫത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാഹി. അല്ലാഹുവിനോടുള്ള ഒരു അമാനത്തായിട്ടാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹുവിനോടുള്ള ഒരു അമാനത്തായിട്ടാണ് സ്ത്രീകളെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നിയമങ്ങൾ അത് വീട്ടിൽ പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വരും. കുടുംബത്തിൽ അത് പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വരും. സമൂഹത്തില് ഏറ്റവും ദൃശ്യതയുള്ള ഒരു സ്ഥലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോ അത് അവിടെ മാത്രമുള്ള ഒരു പ്രശ്നം അങ്ങനെ കരുതരുത്. ആ പ്രശ്നത്തിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രശ്നത്തിന്റെ കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പെണ്ണിനെ പടച്ചവൻ പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതിരുന്നു. ഹിജാബ് അവർക്കില്ല, പരപുരുഷന്മാരുമായുള്ള തനിച്ചാകൽ, പരപുരുഷന്മാരോടുള്ള യാത്രകൾ, ആൺ പെൺ കൂടിക്കലരലുകൾ, ഇവിടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കപ്പെടാതെ വന്നാൽ അത് അപ്രപാളികളിൽ മാത്രമല്ല അടുക്കളകളിലും പ്രയാസങ്ങൾ ഉണ്ടാക്കും. വീട്ടിനകത്തും കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും സ്ഥാപനത്തിലും സ്കൂളിലും ബസ്സിലും ട്രെയിനിലും എല്ലായിടത്തും പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, ആണിന്റെ നിയമങ്ങളും പെണ്ണിന്റെ നിയമങ്ങളും പാലിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യർ വളർന്നു വരണമെന്നാണ് മതം പറയുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ ആഴത്തിൽ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദുർത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി പെരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.